मुरारिसुरार्चितलिङ्गं निर्मलभासितशोभितलिङ्गम् जन्मजदुःखविनाशकलिङ्गं तत्प्रणमामि सदा शिवलिङ्गम् देवमुनिप्रवरार्चितलिङ्गं कामदहन करुणाकरलिङ्गम् रावणदर्पविनाशकलिङ्गं तत्प्रणमामि सदा शिवलिङ्गम् सर्वसुगन्धसुलेपितलिङ्गं बुद्धिविवर्धनकारणलिङ्गं सिद्धसुरासुरवन्दितलिङ्गं तत्प्रणमामि सदा शिवलिङ्गं कनकमहामणिभूषितलिङ्गं फणिपतिवेष्टितशोभितलिङ्गम् दक्षसुयज्ञविनाशनलिङ्गं तत्प्रणमामि सदा शिवलिङ्गम् कुङ्कुमचन्दनलेपितलिङ्गं पङ्कजहार सुशोभितलिङ्गम् सञ्चितपापविनाशनलिङ्गं तत्प्रणमामि सदा. ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ കേരളത്തിൽ ഈ ഒരു സന്ദേശമായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിഷമം വരുമ്പോൾ നമ്മൾ ഓടിയെത്തുന്നത് ക്ഷേത്രനടയ്ക്ക് മുന്നിലാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം സമർപ്പിക്കുന്നത് ഈശ്വരൻ്റെ മുന്നിലാണ്. എന്നാൽ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ നൽകുന്ന ഒരു അറിവാണ് സ്വയം ആദ്യം ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവും ഈശ്വരനായിട്ടുള്ള നമ്മുടെ ബന്ധം. നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. അവരിലൂടെ ലഭിക്കുന്ന പ്രാപ്തികളെ കുറിച്ച് നമുക്കറിയാം. അച്ഛനിലൂടെ നമുക്ക് എന്ത് കിട്ടും, അമ്മയിലൂടെ എന്ത് കിട്ടും, മക്കളിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ശിക്ഷകനിലൂടെ നമുക്ക് എന്ത് കിട്ടും. അതേപോലെ തന്നെ ഈശ്വരനിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഈശ്വരനായിട്ട് നമുക്ക് ബന്ധമുണ്ട്. നമ്മൾ ഭക്തി ചെയ്യുന്നുണ്ട്, വിശ്വാസമുണ്ട്, ഭയമുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പരിപൂർണമായിരിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അല്ലെങ്കിൽ വേദന വരുമ്പോൾ, സങ്കടം വരുമ്പോൾ മാത്രം നമ്മൾ അച്ഛൻ്റെ മുന്നിൽ വരാറുണ്ടോ? അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് അമ്പലപ്പുഴയിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ അരവിന്ദാക്ഷം ബായിയാണ്. അവർ കഴിഞ്ഞ 35 വർഷങ്ങളിൽ നിന്നും രാജയോഗ അഭ്യാസം ചെയ്യുകയും തൻ്റെ ജീവിതം തന്നെ വിശ്വശാന്തിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയും കേരളം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഈ ഒരു സന്ദേശം എത്തിക്കുകയാണ്, ഈശ്വരൻ്റെ അനുഭൂതി ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നാം എല്ലാവരും സനാതന ധർമ്മ വിശ്വാസികളാണ് അല്ലേ? എന്നാൽ നമ്മുടെ പ്രവൃത്തിയിൽ സനാതന ധർമ്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ധർമ്മത്തിനനുസരിച്ച് കർമ്മം നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നില്ല. അത് എവിടെ ചുതി സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഭാരതീയരായിരിക്കുന്ന നമ്മൾ, സനാതന ധർമ്മത്തിലുള്ളവർ നമ്മൾ, നമ്മുടെ ധർമ്മത്തെ നമ്മൾ മറന്നു പോയിരിക്കാൻ. അതുകൊണ്ട് തന്നെ കർമ്മം മുഴുവൻ എന്തായി തെറ്റിയിട്ടാണ്. തെറ്റുന്നതിൻ്റെ യഥാർത്ഥ റിസൾട്ട് എന്താ? നമ്മളുടെ ഓരോരുത്തരുടെ കുടുംബത്തിലും അനേക പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് ബാഹ്യതലത്തിലില്ല എങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം, നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റാൻ വേണ്ടി അല്ലേ? ഒരു ദുഃഖമല്ല, 2 ദുഃഖമല്ല, നമ്മളെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി. എന്നാൽ ആ ഭഗവാനെ കുറിച്ച് ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? വായിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിൻ്റെ ചെറിയ സത്തിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് അരവിന്ദാക്ഷം ബ്രദർ നമ്മുടെ മുമ്പാകെ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ആ ഭഗവാന്റെ അമൃതം നുകരാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ സിസ്റ്റർ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പാഠം, ഈ മരിച്ചു പോകുന്ന ശരീരം ഞാനല്ല, എന്താണ്. ഈ പഞ്ചഭൂത നിർമ്മിതമായ മരിച്ചു പോകുന്ന ഉറപ്പുള്ള ബോധമില്ലാത്ത ഈ ദേഹത്തിൻ്റെ ശിരോമധ്യമാകുന്ന ശ്രീകോവിലിനകത്ത് ബോധമുള്ള മരിക്കാത്ത ഒരു പ്രകാശം, അതാണ് ആത്മാവ്. അതവിടെ ഇരുന്നാൽ പോരാ. നമ്മളോട് ഈശ്വരൻ പറയാണ്, ഇതൊരു കൂട്ടക്കുരുവിയുടെ സമയമാണ്.
അവിടെയാണ് ദൈവം പഠിപ്പിച്ചത്, നീ ദേഹബോധത്തിൽ നിന്നും, അത് മനസ്സ് മുഴുവൻ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ദേഹങ്ങളിലാണ്, അതിൽ നിന്നും ഞാൻ എന്ന സത്ത ആത്മാവാണ്. എൻ്റെ ആത്മാവ് എന്നല്ല പറയേണ്ടത്, ഞാൻ ആത്മാവ്. ആ വെളിച്ചം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് ശിവലിംഗം മനസ്സിലാവുള്ളൂ. എല്ലാ ആത്മജ്യോതികളുടെയും അച്ഛൻ. ഈ ലോകത്തെ എല്ലാ ശരീരങ്ങളും ഒരു ഭൂമിയിൽ നിന്നുണ്ടായതാണ്. എല്ലാ ശരീരങ്ങളിലും ആത്മാവുണ്ട്. എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ. ആ അച്ഛനെയാണ് മുസ്ലിങ്ങൾ അല്ലാഹു എന്ന് വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ യഹോവ എന്ന് വിളിക്കുന്നു. നമ്മൾ ഹിന്ദുക്കൾ ശിവ എന്ന് വിളിച്ചിട്ട് ശിവലിംഗത്തിൽ പൂജിക്കാം. ശിവ ജ്യോതിർലിംഗം, അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്ത പ്രകാശം. കൃഷ്ണൻ ഉൾപ്പെടെ നമ്മളെല്ലാവർക്കും ഒരു ദേഹമുണ്ട്. പക്ഷെ അങ്ങനെ ദേഹം ധരിക്കാത്തവന് അപ്പൊ അതിനെങ്ങനെ പൂജിക്കും? അതിനാണ് ഭാരതം എന്ത് ചെയ്തത്? ശിവ ജ്യോതിർലിംഗം, ശിവജ്യോതിയുടെ അടയാളം. ഈ അമ്പലങ്ങളുടെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാമേശ്വരൻ, കോപേശ്വരൻ, വിശ്വേശ്വരൻ, പൂർണേശ്വരൻ, മഹാകാളേശ്വരൻ, ഓങ്കാരേശ്വരൻ, ത്രംബകേശ്വരൻ. ഇവിടെ അമ്മയുടെ മഹിമയിലുണ്ട് ത്രംബകൻ. അപ്പൊ ത്രംബകൻ എന്ന് വെച്ചാൽ ത്രംബകേശ്വരൻ എന്ന് ജ്ഞാനത്തിന്റെ ആത്മനേത്രം നൽകുന്നവൻ. വിശ്വനാഥൻ, അമരനാഥൻ, പശുപതിനാഥൻ. ഈ നാഥ ഈശ്വര എന്ന് നമ്മൾ പറഞ്ഞ് പൂജിക്കുന്നത് ആരെയാണ്? അമ്മയുടെ ഗർഭത്തിൽ പറക്കാത്ത പ്രകാശം. ആ പ്രകാശം സൃഷ്ടിയുടെ അവസാനം വന്ന് ആ കൂട്ടക്കുരുതി മധ്യത്തിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് പിന്നീട് വ്യാസമഹർഷി കൃഷ്ണാർജുന സംവാദ രൂപത്തിൽ 18 അധ്യായമാക്കി നമുക്ക് തന്നത്, നമ്മളിപ്പോൾ വായിക്കാത്തത്. ബാക്കി എല്ലാവരും അവരുടെ മതഗ്രന്ഥം പഠിക്കും. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഞാൻ ജഗത്തിന്റെ അച്ഛനാണ്, അമ്മയാണ്, പ്രപിതാമഹനാണ്, പവിത്രമായ ഓങ്കാര സ്വരൂപനാണ്. അപ്പൊ ഈ യാത്രയിൽ ഞങ്ങൾ പറയാണ്, 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയാകുന്ന കുരുക്ഷേത്രത്തിൽ നടന്ന മഹാഭാരത യുദ്ധത്തിന്റെ വക്തിൽ നമ്മൾ നിൽക്കുകയാണ്. അവിടെ ഈശ്വരൻ വന്നിട്ടുണ്ട്. ഈ സമീപ ഭാവിയിൽ ലോകത്തിന് കൂട്ടക്കുരുതി സംഭവിക്കും. ആ കൂട്ടക്കുരുതി ഭാരതം അതിജീവിക്കും. അതെങ്ങനെയെന്നറിയാമോ? ആണവ ശക്തി കൊണ്ട് ലോകം മുഴുവൻ നശിക്കുമ്പോൾ ആത്മബോധം കൊണ്ട് ഭഗവാൻ ഈ ഭാരതത്തെ രക്ഷിക്കും. അതുകൊണ്ട് ഈ സമയത്ത് ഭഗവാൻ പറയാണ്, നിരന്തരം നിങ്ങളിൽ അഭ്യസിക്കുക അല്ലെ, സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധജ. ഞാൻ ആത്മാവാണ്, ഞാൻ പരമേശ്വരനായ പരമാത്മാവിന്റെ കുട്ടിയാണ്. ഈ അഭ്യാസത്തിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകുകയാണെങ്കിൽ എല്ലാ നന്മകളും നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ നമ്മുടെ കർമ്മത്തിലേക്ക് പതുക്കത് വന്നോളും. അങ്ങനെ കർമ്മക്ഷേത്രത്തെ ശുദ്ധമാക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു 5 പേര് ചെയ്താൽ മതി. ഇതെല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ആരിത് ചെയ്യുമെന്നും നിരാശ ബാധിക്കരുത്. ഈശ്വരൻ പറയാണ്, മനുഷ്യാനാം സഹസ്രേഷു. ആയിരക്കണക്കിന് ഭക്തരിൽ കുറച്ചു പേർക്ക് കേൾക്കാൻ പോലും താല്പര്യം ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ചുപേരെ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മരിക്കുന്ന ദേഹമല്ല, ഞാനും എൻ്റെ ബന്ധുമിത്രാദികളും മരിക്കാത്ത ആത്മാക്കളാണ്. നമ്മളെല്ലാം ഒരേ ഈശ്വരന്റെ മക്കളാണ്. ആ ഈശ്വരന്റെ ഗുണങ്ങളും ശക്തികളും എന്നിലേക്ക് കൊണ്ടുവരണം. ഇതുകൊണ്ടാണ് ഗീതയുടെ അവസാനം ഭഗവാൻ പറഞ്ഞത്, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അർജുന, പക്ഷെ ഞാൻ നിന്നോട് ഒന്നുകൂടി പറയാണ്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം. ഈ സമയം ഇതായതുകൊണ്ട് നീ എന്നെ ഓർമ്മിച്ച് ആത്മബോധത്തിൽ വന്നിട്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വിനാശത്തിൽ ഗ്രഹങ്ങളെ പോകുള്ളൂ. കെട്ടിടങ്ങളും ഗ്രഹങ്ങളൊക്കെ മണ്ണിലേക്ക് പോകും. പക്ഷെ അനശ്വരമായ ആത്മാവ് മുക്തിധാമത്തിൽ മുക്തേശ്വരനായ ഭഗവാന്റെ അടുത്തേക്ക് പോകും. ഈ ഭാരതം വീണ്ടും ഉയർന്നെഴുന്നേറ്റ് വരും അല്ലെ. ഭൂമി നശിച്ചു പോകില്ല. ഭാരതത്തിൽ ഒരു പിടി മണ്ണ് സ്വർഗമാകും, വൈകുണ്ഠം, രാമരാജ്യം, അല്ലാഹുവിന്റെ തോട്ടം എന്നൊക്കെ പറഞ്ഞാണ്. അവിടെ നമ്മുടെ ഭാരതത്തിന്റെ ഉണ്ണി പറക്കും. ഭാരതത്തിന്റെ ഉണ്ണി ആരാണ്? ശ്രീകൃഷ്ണൻ. ഭാരതത്തിന്റെയും ലോകത്തിന്റെയും അച്ഛനാരാണ്? ശിവനാണ്. അത് രാത്രിയിൽ വന്നു, മഹത്തായ കർമ്മം അല്ലെ, അധർമ്മം നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കാൻ. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ പറയും മഹാശിവ രാത്രി. കൃഷ്ണ ജയന്തിയാണ്, പ്രഭാതത്തിൽ വന്ന ആളാണ് കൃഷ്ണൻ. സമീപ ഭാവിയിൽ ഒരു വലിയൊരു പരിവർത്തനം ലോകത്ത് സംഭവിക്കും. എല്ലാവർക്കും ഈശ്വരൻ മുക്തി കൊടുക്കും. ഈ ഭൂമി സ്വർഗമായിട്ട് മാറും. ആ ധർമ്മത്തിന്റെ സ്ഥാപനം നടക്കും. ഈ സന്ദേശമാണ് ഞങ്ങളെല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകിയ ക്ഷേത്ര ഭാരവാഹികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ബ്രഹ്മകുമാരീസിന്റെ സെന്റർ തൊട്ടടുത്തുണ്ട്. 148 രാജ്യങ്ങളിൽ ഭഗവാൻ ഭാരതത്തിലെ അല്ലെ സാധാരണക്കാരായ അമ്മമാരെയും സഹോദരിമാരെയും ഉപയോഗിച്ച് ഈ വിദ്യാലയം തുറന്നിരിക്കാം. അവിടെ വന്ന് സൗജന്യമാണ് ക്ലാസ്സുകൾ. നമ്മൾ ആ ക്ലാസ്സുകൾ കേട്ടിട്ട് വീട്ടിലിരുന്ന് കുറച്ചു നേരം ധ്യാനിച്ചാൽ മതി അല്ലെ. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാകും. ഓം ശാന്തി.